എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 37-ാം ദശകത്തിലെ 8-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ. ഗൃഹ്ണാനശ്ചികുരേഷു താം ഖലമതി ശൗരേശ്ചിരം സാന്ത്വനൈർ നോ മുഞ്ചൻ പുനരാത്മജാർപ്പണ ഗിരാ പ്രീതോധയാതോ ഗൃഹാൻ. ആദ്യം ത്വൽസഹജം തഥാർപ്പിതമഭിസ്നേഹേന നാഹന്നസൗ ദുഷ്ടാനാമപി ദേവ പുഷ്ടകരുണാ ദൃഷ്ടാ ഹി ധീരേ ഗദാ. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. ഗൃഹ്ണാന, കടന്നങ്ങോട്ട് പിടിച്ചു. ആരെ? ദേവകിയെ. എവിടെ പിടിച്ചേ? ചിഗുരേഷു, തലമുടി ചുറ്റി അങ്ങോട്ട് പിടിച്ചു. ആരെ പിടിച്ചേ? ഖലമതി, ദുഷ്ടമനസ്സുള്ള കംസൻ. താം എന്നാൽ അവളെ, അതായത് ദേവകിയെ. ശൗരേ ചിരം സാന്ത്വനൈ, വസുദേവർ കുറേ നേരം സമാധാനിപ്പിച്ചിട്ടും. നോമുഞ്ചൻ, കംസൻ ആ പിടി വിടാതിരുന്നപ്പോൾ. പിന്നീട് എന്താണ്ടായേ? എന്നാൽ പിന്നീട്. ആത്മജാർപ്പണഗിര പ്രീത അധ. അധ എന്നാൽ പിന്നീട്. പ്രീത, പ്രീതനായിട്ട്. എന്തിലാ പ്രീതനായത്? ആത്മജാർപ്പണഗിര, ഈ ദേവകിയുടെ കുട്ടികളെയെല്ലാം താങ്കൾക്ക് സമർപ്പിക്കാം എന്ന് പറഞ്ഞപ്പോൾ കംസന് സന്തോഷായി. എന്നിട്ടോ ഗൃഹാൻ യാത, സ്വന്തം ഗൃഹത്തിലേക്ക് പോയി കംസൻ. ആദ്യം ത്വത്സഹജം, അങ്ങനെ ആദ്യം ഉണ്ടായ അങ്ങയുടെ സഹോദരനെ, കൃഷ്ണനോട് പറയാ, കൃഷ്ണന്റെ മൂത്ത സഹോദരനെ എന്താ ചെയ്ത്? തഥാ അർപ്പിതം അഭി, കൊണ്ടുപോയി കൊടുത്തു. കംസനെ പ്രസവിച്ച് ഒരു കുട്ടി ഉണ്ടായപ്പോൾ തന്നെ വസുദേവർ ദേവകിയുടെ ആദ്യത്തെ കുട്ടിയെ കംസനെ കൊണ്ടുപോയി കൊടുത്തു. അതാണ് പറഞ്ഞതുപോലെ തഥാ അർപ്പിതം അഭി, കൊണ്ടുപോയി കൊടുത്തു. എങ്കിലും സ്നേഹേന ന അഹൻ അസൗ, സ്നേഹം കാരണം ആ കുട്ടിയെ കൊല്ലാതെ വിട്ടു. ഓമനയായ ആ കുഞ്ഞിൻ്റെ മുഖം കണ്ടപ്പോൾ കംസന് തോന്നുകയാണ്, അശരീരി എന്താ പറഞ്ഞത്? ഈ ദേവകിയുടെ 8ാമത്തെ പുത്രൻ നിന്നെ വധിക്കും, പിന്നിപ്പോൾ എന്തിനാ ഈ ആദ്യത്തെ കുഞ്ഞിനെ ഞാൻ കൊല്ലണേ എന്ന് വിചാരിച്ചു. നല്ല ചിന്ത വന്നു. അതാണ് പിന്നെ പറയുന്നത്, ദേവാ, ഹേ ഭഗവാനെ, ദുഷ്ടാനാം അഭി ഏകദ, ദുഷ്ടന്മാർക്കും ചിലപ്പോഴൊക്കെ പുഷ്ടകരുണാ ധി, കാരുണ്യം തികഞ്ഞ ബുദ്ധി, ദൃഷ്ടാഹി, കണ്ടുവരുന്നുണ്ട് എന്ന്. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? അതായത് കഴിഞ്ഞ ശ്ലോകത്തിൽ ദേവകിയെയും വസുദേവരെയും കംസൻ രഥത്തിലേറ്റി കൊണ്ടുപോയി എന്നും അപ്പോൾ ഒരു അശരീരി കേട്ടു എന്നും പറഞ്ഞു. അതോടുകൂടി കംസന്റെ സ്വഭാവം മാറി. കംസൻ എന്താ ചെയ്ത്? ദേവകിയുടെ തലമുടി ചുറ്റിപ്പിടിച്ച് കൊല്ലുവാനായിട്ട് ഒരുങ്ങുക. ഇത് കണ്ടപ്പോൾ ഭർത്താവായ വസുദേവർ പറയാണ്, സമാധാനിപ്പിച്ചു നോക്കി, ഒരുപാട് സാന്ത്വനോക്തികളെല്ലാം പറഞ്ഞു. അവസാനം എന്തു പറയാണ്? ഈ ദേവകി നിന്നെ ഒന്നും ചെയ്യില്ലല്ലോ, ദേവകിക്ക് കുട്ടി ഉണ്ടായാലല്ലേ, ഉണ്ടാവുന്നൊരു ഉറപ്പില്ല, അതും 8ാമത്തെ കുട്ടി, ഒരു പണി ചെയ്യാം, ദേവകിയിൽ ജനിക്കുന്ന പുത്രന്മാരെ എല്ലാം അങ്ങേക്ക് സമർപ്പിച്ചു കൊള്ളാം, അവളെ കൊല്ലരുത് എന്ന് പറഞ്ഞു. ഇങ്ങനെ പ്രതിജ്ഞ ചെയ്തതും കംസൻ വധോദ്യമത്തിൽ നിന്ന് പിൻവാങ്ങി. കരാറു പ്രകാരം ആദ്യത്തെ പുത്രനെ കൊണ്ടുപോയി സമർപ്പിച്ചു. എങ്കിലും ആ കുഞ്ഞിൻ്റെ മുഖം കണ്ടപ്പോൾ കംസന് സ്നേഹം തോന്നി. അത് കാരണം കൊല്ലാതെ വിട്ടു.
ഈ ശ്ലോകത്തിൽ കംസൻ ദേഷ്യം വന്നിട്ട് നിൽക്കുന്ന ആ നിൽപ്പ ദേവകിയുടെ മുടിയെ ചുറ്റിപ്പിടിച്ചിട്ട് എന്താ പറയുന്നത്? ഗൃഹ്ണാനശ്ചിഗുരേഷു താം ഖലമതി. അതായത് ദേവകീ ദേവിയുടെ തലമുടിക്ക് അങ്ങോട്ട് ചുറ്റിപ്പിടിച്ച് അവളെ നിഗ്രഹിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ഖലബുദ്ധിയായ, അതായത് ദുഷ്ടനായ ദുഷ്ടബുദ്ധിയായ കംസൻ വസുദേവന്റെ സാന്ത്വന വചസ്സുകൾ കേട്ടിട്ടും ശാന്തനായില്ല. അവസാനം ദേവകീ ദേവി പ്രസവിക്കുന്ന എല്ലാ പുത്രന്മാരെയും സമർപ്പിക്കാമെന്ന വസുദേവന്റെ ശപഥം കേട്ട് അവൻ സംതൃപ്തനായി. എങ്കിലും ഭഗവാനെ, അങ്ങയുടെ ജ്യേഷ്ഠ സഹോദരനെ സ്നേഹം മൂലം അവൻ നിഗ്രഹിക്കാതിരുന്നത് ദുഷ്ടന്മാരിലും ചില സമയത്ത് കാരുണ്യമുണ്ടാകാറുണ്ട് എന്നുള്ളത് കൊണ്ടാണ് എന്ന് പറയാണ് ഭട്ടതിരിപ്പാട്. ഹരേ കൃഷ്ണ.